മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ പ്രോഗ്രാം കാണണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ജ്യോതിഷത്തിന് ഇനി പല പല സാധാരണ രീതിയിലുള്ള വീഡിയോകളിലൊന്നും വരാത്ത രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വേഗം കിട്ടാനും അതിലെല്ലാം നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ ഞാൻ ഈ പറഞ്ഞമാരിയൊക്കെ ചെയ്താൽ അത് നന്നായിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തിനെ കുറിച്ചാണ്. വൃശ്ചിക രാശിയിൽ വലിയ തേജസ്സോടുകൂടി അതീവ ശക്തമായിട്ടുള്ളൊരു നക്ഷത്ര സമൂഹമാണ് തൃക്കേട്ട നക്ഷത്രം. തൃക്കേട്ടക്കാരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വലിയ അഭിമാനികളാണ്. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. അവർക്ക് എല്ലാ സ്ഥാനത്തും നേതൃസ്ഥാനം തന്നെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. കേട്ടക്കാർ കോട്ട പണിയും എന്നാണ് ശാസ്ത്രമല്ല, അങ്ങനെയാണ് ഇതിനെപ്പറ്റി നേരത്തെ ഒരാൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് ദാനം ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാവരും സാറേന്ന് വിളിക്കണം. അതേമാതിരി എല്ലാവരുടെയും മുകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഏത് സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാലും താഴെ രീതിയിലുള്ള ജോലിയൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവർ സ്വാഭാവികമായിട്ട് അവരുടെ പരിശ്രമഫലം തന്നെ ഏറ്റവും ടോപ്പിലെത്തുകയും ചെയ്യും. സാമ്പത്തികമായിട്ടാണെങ്കിലും ജനങ്ങളോട് സഹകരിക്കുന്ന രീതിയിലാണെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സേവനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ആരുടെ കാര്യത്തിലും ചൂടുള്ള ഹൃദയത്തോടു കൂടി ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല പൊതുപ്രവർത്തകരും നല്ല കലാബോധമുള്ളവരും നല്ല പ്രയോഗമതികളും ശാസ്ത്ര കുതുകികളും ഒക്കെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് വരാൻ പോണത്. 2025 കാലഘട്ടത്തിൽ അന്നേരം കഴിഞ്ഞ കൊല്ല കാലങ്ങളിലൊക്കെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഗതി അധോഗതി തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ വിഷയങ്ങൾ, കടബാധ്യതകൾ, കുടുംബത്തിന് സമാധാനമില്ലായ്മ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കുഴപ്പം, മക്കളെ കൊണ്ടുള്ള ദുരിതങ്ങൾ, ശല്യങ്ങൾ, കടത്തിൽ നിന്ന് കടത്തിലേക്കുള്ള യാത്ര, ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം കഴിഞ്ഞു പോയ ഒരു സമയം. നമ്മളൊക്കെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്, പലരും കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാരായിട്ടുള്ള അനിഴം തൃക്കേട്ടക്കാർ നമ്മുടെ അടുത്ത് തുറന്നു പറഞ്ഞേക്കുന്നതായിട്ടുള്ള പല പല കഥകളുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെ വന്നവരോടൊക്കെ അന്ന് ഞാനോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞൊരു വാക്ക് എന്നാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 2026 ജൂൺ 2 വ്യാഴം രാശി മാറുന്നുണ്ട്, അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കുക. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഒരു കുറവ് വരും എന്നാണ് പറയാറുള്ളത്. വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാനത് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നാന്ന് വെച്ചാൽ 27 നക്ഷത്രങ്ങളിലെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ആൾക്കാർ, ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ ദൈവത്തിന് നന്ദി പറയാൻ പോയ ആൾക്കാർ, മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ പോയ ആൾക്കാരാണ് ഈ വൃശ്ചികക്കൂറുകാരായിട്ടുള്ള വിശാഖത്തിൻ്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ. അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്. ഈ 12 രാശികൾ നിലവിലുള്ളതിലേക്ക് വ്യാഴം ഏറ്റവും കൂടുതൽ പവർഫുൾ ആവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റേ കർക്കിടക രാശിയാണ്. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. അപ്പോൾ ബാക്കിയുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നതിൽ നിന്ന് 100 ഇരട്ടി 1000 ഇരട്ടി പ്രൊഫൈം, അതുപോലുള്ള ആധ്യാത്മിക ഊർജവും ഒക്കെ ഉള്ള സ്ഥാനമാണ് ഈ കർക്കിടകൻ രാശി. തൃക്കേട്ട നക്ഷത്രക്കാരുടെ വൃശ്ചിക രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക രാശി എന്ന് പറഞ്ഞ 9ാം സ്ഥാനം ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ്. ഭാഗ്യത്തിൻ്റെ അപാരമായ ഉണർവ്, അതാണ് ഭാഗ്യലബ്ധി. ഒരു ലോട്ടറി ഒക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ക്രിസ്മസ് ബമ്പറോ, ഓണം ബമ്പറോ, പൂജാ ബമ്പറോ, അതുപോലെയൊക്കെയുള്ള ലോട്ടറി ഒക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും പറ്റുമോ ലോട്ടറി എടുപ്പെന്നാണെങ്കിൽ? എല്ലാവർക്കും ലോട്ടറി അടിക്കില്ല. ലോട്ടറി അടിക്കണമെങ്കിൽ വ്യാഴം 9 നിന്നിട്ട് മാത്രം പോരാ. മുജ്ജന്മകൃതമായിട്ടുള്ള സൽക്കർമ്മങ്ങളും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുത്തവർക്കേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് ജാതകവശാൽ തന്നെയുള്ള യോഗം ഉണ്ടാവും.
അങ്ങനെ യോഗം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ യോഗം ഫലവത്താവാൻ ഏറ്റവും ഗുണകരമായ ഒരു കാലത്തൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 9 വ്യാഴം അപാരമായിട്ടുള്ള ആധ്യാത്മിക ഗുണം തരും. ദൈവവിശ്വാസമില്ല, ദൈവം ഉണ്ടോ എന്ന് സംശയം, ഇപ്പോഴത്തെ വിദ്യാഭ്യാസം കൊണ്ടും പുതിയ വായനയുടെയൊക്കെ ഫലമായിട്ട് കിട്ടിയ കുറച്ച് യുക്തിവാദം, ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും നിരാശയൊക്കെ കൂടി ഈ യുക്തിവാദം കൊണ്ടും കൂടി കുഴഞ്ഞപ്പോൾ ആകെ നിരാശ, ഡിപ്രഷൻ, അമ്പലത്തിൽ പോവില്ല, പള്ളിയിൽ പോവില്ല, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിഷമം. പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലത്തെ അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്വഭാവം കൂടി നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ അങ്ങനെ ആയില്ല അതിശയവും. അവർക്കൊക്കെ തൊട്ടടുത്ത് താൻ ഇരിക്കുന്ന തൻ്റെ ഇരിപ്പിടത്തിനടുത്ത് തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ താൻ ഇരിക്കുന്ന അടുത്തേക്ക് ദൈവം വന്ന മാതിരിയുള്ള അനുഭൂതി അവർക്കുണ്ടാവും. മനസ്സിന് വലിയൊരു ഇളവ് ഭവിക്കും, ടെൻഷനുകളെല്ലാം ഫ്രീ ആവും, സഹായത്തിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അമ്മാവൻ, അച്ഛൻ, മുത്തശ്ശൻ അതുപോലുള്ള കാരണവന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് അനുഭവങ്ങൾ ഉണ്ടാവും, നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. കുടുംബ സ്വത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വീതം വെച്ച് കിട്ടാനൊക്കെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അച്ഛൻ്റെ സ്വത്തുക്കൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കും. അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടാവും, മരിച്ചുപോയ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ വളരെ നാളായിട്ട് കൊതിച്ചുകൊണ്ടിരുന്ന ചില ക്ഷേത്രങ്ങളിലും അതുപോലെ ആധ്യാത്മിക സ്ഥലങ്ങളിൽ നമുക്ക് നമ്മൾ തീർത്ഥയാത്ര പോകാനായിട്ട്, തീർത്ഥാടനം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ തീർത്ഥയാത്ര പോകാനായിട്ട് ഇടവരും. ഗുരുവായൂരോ തിരുപ്പതിയോ കാശിയോ രാമേശ്വരോ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സമയങ്ങളിൽ കൂട്ടുകാർ പോയി, അയൽവക്കത്തുകാർ പോയി, ആ കൂട്ടത്തിൽ കുടുംബത്തിലുള്ളവരുടെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടൊക്കെ നമ്മളും പോവും. നമ്മൾ അതിനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ദൈവസന്നിധികളിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടും. അതുപോലെ ഈ കുടുംബപരമായിട്ട് നമ്മുടെ ധർമ്മദൈവം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ കേട്ടിട്ടില്ലേ? സർപ്പത്തിനൊന്നും ആരും നോക്കാറില്ല, ധർമ്മദൈവത്തിനൊന്നും ആരും നോക്കാറില്ല. ഓരോ ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ശാപമാണ് ഇതിൻ്റെ ശാപമെന്നൊക്കെ പറയും. നമ്മളൊരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? എത്ര രൂപ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെയൊക്കെ ഒരു പുനർനിർമ്മാണം, അതും പണ്ടത്തെ കാലം പോലെയൊക്കെ ശരിയാവുമോ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ 9 ഒക്കെ വ്യാഴം വരുന്ന സമയത്ത് അങ്ങനത്തെ ഉള്ള കാര്യത്തിൻ്റെ ഒക്കെ ഒരു ഉയർച്ച പെട്ടെന്ന് അംഗീകരിക്കാത്ത ആൾക്കാരും വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ വരികയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും അതിൽ നിന്നൊക്കെ വലിയ മനസ്സമാധാനവും കുടുംബാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2026 ജൂൺ മാസം 2-ാം തീയതി വൃശ്ചികത്തിലേക്ക് പകരുന്ന ഈ വ്യാഴം ഈ 2026 തന്നെ 10-ാം മാസം അവസാനത്തോടെ 10-ാം മാസത്തോടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം എന്ന് വെച്ച് കഴിഞ്ഞാലോ വൃശ്ചികക്കുറുകാർക്ക് 10-ാം രാശിയാണ്, എന്നുവെച്ചാൽ കർമ്മസ്ഥാനാണ്. അപ്പോൾ 9-ൽ നിന്ന് വ്യാഴം 10-ലേക്ക് വരും. ആ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നപരിഹാരങ്ങളെല്ലാം നടക്കും. ഒത്തിരി പേരുടെ പ്രശ്നം തൊഴിലിൻ്റെ പ്രശ്നമാണ്. ഇൻ്റർവ്യൂവും ടെസ്റ്റുകളും അതും ഇതൊക്കെ ആയിട്ട് ആ ഓഫീസും ഈ ഓഫീസും ഒക്കെ കയറി ഇറങ്ങിയും PSC പോലെയുള്ള ഏജൻസികൾക്കിടെയൊക്കെ പരീക്ഷകളും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഒരു തൊഴിലായിട്ടില്ല. കല്യാണപ്രായമൊക്കെ കഴിഞ്ഞു, കൂട്ടുകാരൊക്കെ കല്യാണം കഴിച്ചു, പക്ഷേ നമുക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും ഉണ്ടാവാത്തതിൻ്റെ പേരിൽ വിവാഹത്തിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർക്ക് 10-ലേക്ക് പ്രവേശിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനത്താൽ തന്നെ പെട്ടെന്ന് തൊഴിൽ കിട്ടാനിട ഒരു തൊഴിലുണ്ടായിട്ടും തൊഴിലിനെ സംബന്ധിച്ചൊക്കെ മേലുദ്യോഗസ്ഥരുടെയും കീഴുദ്യോഗസ്ഥരുടെയും നമ്മളായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പൊതുജനങ്ങളിലൂടെയൊക്കെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അസഹിഷ്ണുതപ്പെട്ട ജോലി ഒരു ഭാരമോ ദുഃഖമൊക്കെ ആയിട്ടിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ അത്ഭുതം പോലെ ആ ജോലിയൊക്കെ ഇളവുള്ളതായിട്ട് മാറും. ഇന്നലെ വരെ താൻ വെറുത്തോണ്ടിരുന്ന ഒരു ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുന്ന വെച്ച് പോയിക്കൊണ്ടിരുന്ന ജോലി ഒക്കെ നമുക്ക് അനുകൂലമാവുകയും അതെല്ലാം വളരെ ഗുണപരമായിട്ട് വരികയും ചെയ്യും. നമ്മുടെ മനസ്സിന് ആ കാര്യത്തിലൊക്കെ വളരെ സന്തോഷം ഉണ്ടാവും. അതുപോലെ 10-ാം ഭാവത്തിന് വേറെ ചില കാര്യങ്ങളുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുടുംബക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പോയി ചെറിയൊരു അമ്പലമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പുനരുദ്ധാരണത്തിനോ എന്തോ കാര്യത്തിനോ ഒക്കെ ആയിട്ട് എല്ലാ വീട്ടിലും കിട്ടിയ മാതിരി ഒരു നോട്ടീസും ബുക്കും കിട്ടി, നമ്മുടെ വീട്ടിലും കിട്ടി. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടൊന്നുമല്ല, പൊതുയോഗത്തിനൊക്കെ പോയി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ പെട്ടെന്ന് വരും.
ക്ഷേത്രം പുതുക്കി പണിയാനോ അഷ്ടബന്ധ കലശത്തിനോ പുനരുദ്ധാരണത്തിനോ ഒക്കെ ആയിട്ട് വെക്കണ ഈ കമ്മിറ്റിയിലൊക്കെ നമ്മൾ ചെന്ന് പെടുകയും നമ്മൾ ചിലപ്പോൾ ഒരു സെക്രട്ടറി പ്രസിഡൻ്റ് ഒക്കെ ആവുകയും നമ്മൾ സംഭാവന കൊടുക്കണമെന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഉത്സാഹം കൊണ്ട് പലരുടെ അടുത്ത് നിന്ന് സംഭാവനകളൊക്കെ സ്വാംശീകരിച്ച് മേടിച്ചു കൊടുക്കാനും നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഈ സംരംഭം നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ ഇടവരും. അമ്പലം പണിയുക, അമ്പലം പുനർനിർമ്മിക്കുക, കലശം നടത്തുക ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ ചെറിയൊരു പാർട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജീവിതത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ഏറ്റവും വലിയ സുഹൃത കർമ്മങ്ങളിൽ പെട്ട ഒരു കർമ്മമാണ് എന്നും നമുക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള, ശരിക്കും അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊന്നും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ തന്നെ അത് അംഗീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. ക്ഷേത്രം എന്ന 10ാം സ്ഥാനത്തിന് പ്രത്യേകത ഉണ്ട്, ആശ്രയസ്ഥാനം എന്ന് പ്രത്യേകതയുണ്ട്. 9ാം ഭാഗത്തെ പറ്റി പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും അമ്പലം പണിക്കൊക്കെ നേതൃത്വം കൊടുത്തോണ്ടോ അല്ലെങ്കിൽ പണിയാൻ കൂടില്ല എന്നും ഒക്കെ വരാം. അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിലും അമ്പലത്തിൽ പോണ ശീലങ്ങളോ അല്ലെങ്കിൽ പള്ളിയിൽ പോണ ശീലങ്ങളോ ഒന്നും ഇല്ലാത്ത അധികം പേരും ദേവാലയങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോയി അങ്ങനെ പോകേണ്ടതായിട്ടുള്ള സാഹചര്യവും അതിന് ആരും നിർബന്ധിച്ചിട്ട് പോകണമല്ല, ഇൻട്രസ്റ്റോട് കൂടി തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ 10ാം ഭാവത്തിൻ്റെ വേറൊരു കുറവെന്ന് ഇതെന്ന് വെച്ചാൽ മാർഗം എന്നൊരു സംഗതി ഉണ്ട്. മാർഗം എന്ന് വെച്ചാൽ ഏറ്റവും ചുരുക്കത്തിൻ്റെ അർത്ഥം വഴി എന്നാണ്. അപ്പം നമ്മുടെ വീടിൻ്റെയോ പരിസരത്തൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വഴി നടക്കാനുള്ള, ചിലപ്പോൾ ഒരു വഴി നടക്കാനുള്ള വഴി ഉണ്ടാവുള്ളൂ, വലിയൊരു ഓട്ടോറിക്ഷ പോകാനുള്ള വഴി ഉണ്ടാവുള്ളൂ. നമ്മൾ പോലും അറിയാതെ നമ്മളൊക്കെയും കൂടി പ്രയത്നിച്ച് അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും അയൽവക്കത്തുകാരൊക്കെ കൂടി ഒരു വഴിവെട്ടൽ, ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഒരു വണ്ടിക്ക് ഇങ്ങോട്ടും പോകാൻ പാകത്തിനുള്ള, ഒരു ലോറിയൊക്കെ പോകാൻ പാകത്തിനുള്ള വഴി ഒരു കുഗ്രാമ പ്രദേശത്തിൽ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാടിനോട് തന്നെ ചെയ്യണോ വലിയൊരു ഗുണമാണത്. അങ്ങനെയൊക്കെയാണ് നാട്ടിലെ വികസനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സ്ഥലത്തിന് വിലയൊന്നുമില്ലാത്ത സ്ഥലത്ത് നല്ലൊരു വഴിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിലയുണ്ടാവും. അതിനോടനുബന്ധിച്ചുള്ള പല പല പുരോഗതികളും അവിടെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നല്ല. 10ാം ഭാഗത്തേക്ക് നല്ല ബലമുള്ള ഒരു രാശിയിലേക്കൊക്കെ വ്യാഴം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തുള്ള പ്രസ്ഥാനങ്ങളിലും പ്രവൃത്തികളിലൊക്കെ നമുക്ക് ചെന്ന് ഇടപെടേണ്ടതായിട്ട് വരുന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ ഉദ്ദേശിച്ചത്. അല്ലാതെ 10ലേക്ക് വ്യാഴം വരുമ്പോഴത്തേക്കും എല്ലാവരും വഴിവെട്ടാൻ പോകുന്നതല്ല. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതുപോലുള്ള സർക്കാർ, ജനകീയ സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇടവരും. നമ്മുടെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പല രീതിയിലുള്ള സഹായവും സഹകരണങ്ങളും എല്ലാം ലഭിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. നമുക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള അർഹത കിട്ടിയത് പോലും മറ്റുള്ള ഒത്തിരി പേരുടെ പ്രവർത്തനം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ 10ാം ഭാഗത്ത് വ്യാഴം നിൽക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ്റെ, അതാണ് നമ്മൾ പറയേണ്ട മൊത്തം അർത്ഥം. പൊതുപ്രവർത്തനവും ചെയ്ത് ശീലമില്ലെങ്കിൽ പോലും വ്യാഴം ജാതകത്തിൽ നന്നായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ 10ാം ഭാഗത്തേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ മിത്രക്ഷേത്രത്തിലേക്കോ ഒക്കെ പ്രവേശിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് താൽക്കാലികമായിട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു പൊതുപ്രവർത്തകനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും എന്നാണ് പറഞ്ഞതിന് അർത്ഥം. അപ്പോൾ പൊതുവെ പറഞ്ഞ കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം വളരെ അനുകൂലമാണ്. നമുക്ക് വ്യാഴമാറ്റം അനുകൂലമാണെന്ന് പറഞ്ഞു. ഇത്രമാത്രം ഭൂമിയുടെയൊക്കെ പല മടങ്ങ് മാസമുള്ള വലിപ്പമുള്ള ഇത്രയും വലിയൊരു ഗ്രഹം ഈ കർക്കടകൻ രാശിയിലേക്ക് നമ്മുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു ലോട്ടറി അടിക്കാൻ പോലുള്ള ഭാഗ്യമുണ്ട്, അങ്ങനത്തെ ഒരു സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗ്യമൊക്കെ നമുക്ക് തൻതാനെ കിട്ടില്ലേ, നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഒക്കെ ഭാഗ്യം വന്നു ചേരും. പക്ഷേ ഗുരുക്കന്മാർ പറഞ്ഞതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴത്തിനെ സ്വീകരിക്കാൻ നമ്മൾ ഹൃദയം കൊണ്ടും തയ്യാറെടുക്കുകയും കൂടി ചെയ്യണം. അങ്ങനെ അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിശ്വാസം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ദൈവത്തിനോട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളും വിശ്വാസം, പ്രാർത്ഥനാദികൾ ഇതെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എന്തെന്നാൽ ഈശ്വരനെ ഏത് രീതിയിലുള്ള ദൈവസങ്കല്പത്തിലേക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും വ്യാഴത്തിന് അത് വളരെ ഫേവറബിളാണ്. എന്താണെന്ന് വെച്ചാൽ വ്യാഴം സർവേശ്വരകാരകനാണ്. ഇന്ന ദൈവത്തിനെ ഭജിച്ചോളുന്നൊന്നുമില്ല. നമ്മുടെ മനസ്സിലുള്ള ഏത് ദൈവത്തിനെ ഭജിച്ചു കഴിഞ്ഞാലും
നമ്മൾ വിശ്വസിച്ചേക്കണേ, നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചേക്കണതായിട്ടുള്ള ഏത് വിശ്വാസ സംഹിത പിന്തുടർന്നു കഴിഞ്ഞാലും അത് സത്യസന്ധവും ആത്മാർത്ഥവും ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രഭാവം നിങ്ങളിൽ വളരെയധികം കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ വ്യാഴത്തിൽ നിന്ന് കിട്ടാനുള്ള ഈ ഗുണഫലങ്ങളെ നിങ്ങളിലേക്ക് അത് കൂടുതൽ ആകർഷിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്, വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. അപ്പം അതിനെന്താണ് ഒരു ഉപാധി? എനിക്ക് 9ലേക്ക് വ്യാഴം വന്നു. അപ്പം ഈ വ്യാഴത്തിൻ്റെ ഫലം കൂടുതൽ കിട്ടാൻ എന്നിലേക്ക് അത് പരമാവധി ഒട്ടും നഷ്ടപ്പെടുത്താതെ ആ ഭാഗ്യാനുഭവവും ആ ആധ്യാത്മിക അനുഭൂതി എന്നിലേക്ക് കൂടുതൽ നിറയാൻ എന്നാ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാലോ, വിഷ്ണു ഭക്തി ഉണ്ടാക്കിയെടുക്കുക. വിഷ്ണു സഹസ്രനാമം, അതേമാതിരി ഈ ഭാഗവതം സപ്താഹമൊക്കെ നടക്കണേ, വിഷ്ണു സഹസ്രനാമം വായിക്കുക, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലിൻ്റെ കേൾക്കാം. അതേമാതിരി ഭാഗവത സപ്താഹം എന്നൊക്കെ കണ്ട് വഴിയരിവിൽ ബാനറൊക്കെ കണ്ടിട്ടുണ്ട് ചില അമ്പലങ്ങളിൽ. ഇങ്ങനെ ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്നിടത്തൊന്ന് കയറുക, അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ പ്രഭാഷണമൊക്കെ കേൾക്കുക. മിക്കവാറും സ്ഥലത്ത് ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പറ്റുമെങ്കിൽ കുടുംബസമേതമായിട്ട് അങ്ങനെ ചെയ്യുക. ഗുരുവായൂരോ തിരുപ്പതിയിലോ അതുപോലെയൊക്കെ ഉള്ള വൈഷ്ണവാലയങ്ങളിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ പോയി തൊഴുക. അതുപോലെ ജ്ഞാനപ്പാന, അതേമാതിരി ഭഗവത്ഗീത, ഹരിനാമകീർത്തനം ഇത്യാദി കാര്യങ്ങളെല്ലാം യൂട്യൂബിലുണ്ട്. അപ്പം നമുക്ക് റിലാക്സ്മെൻ്റ് ഉള്ള സമയത്ത്, നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം ആരും പുസ്തകമൊന്നും വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യില്ല. അപ്പം അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ വേണമെന്നില്ല. കേൾക്കണതാണ് ഏറ്റവും കൂടുതൽ. ജപിക്കണ മാതിരി തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗുണമുണ്ട്. കേൾക്കണത് കുറേ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ മനസ്സ് ജപിച്ചു തുടങ്ങും. അതാണ് കേൾവിയുടെ പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സമയമുള്ള സമയത്ത് അന്നേരം അവിടെ ശുദ്ധമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട. മനസ്സ് ശുദ്ധമാണോ, മനസ്സ് റെഡിയാണോ സ്വീകരിക്കുക, അങ്ങനത്തെ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ വിഷ്ണുവിനെ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ സാവകാശമില്ല. ഇതിനൊന്നും സാവകാശമില്ലാത്ത ആൾക്കാരോട് ഏറ്റവും മിനിമമായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം, കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, നരസിംഹ ആയിക്കോട്ടെ, അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും വ്യാഴാഴ്ച ദിവസം വിഷ്ണുവായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ അവിടെ ചെല്ലുക, അവിടെ ചെന്ന് ഒരു നെയ്വിളക്കെങ്കിലും വെച്ച് തൊഴുക. ചില സ്ഥലങ്ങളിൽ ഈ നെയ്വിളക്ക് നെയ്യ് മേടിച്ചിട്ട് അകത്തേക്ക് കൊടുക്കേണ്ട, നമുക്ക് തന്നെ സ്വന്തമായിട്ട് കത്തിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ ഒരു വിളക്ക് മേടിക്കുക, നാരായണ നാരായണ അടി ഹരേ നാരായണ എന്ന് ജപിച്ചിട്ട് നമ്മൾ ഈ വിളക്ക് കൊളുത്തി വയ്ക്കുക. തിരുനടയിൽ നടക്കെ തന്നെ ഈ വിളക്ക് കൊളുത്തി വയ്ക്കുക. അതിനുശേഷം ഒരു 3 പ്രദക്ഷിണം വയ്ക്കണം. ഈ 3 പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് ആരും കേട്ടോളൊന്നുമില്ല, തനിത്തന്നെ ആരും മതി. അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടും. 3 ദിവസം എങ്കിലും മിനിമം ഈ പരിപാടി ചെയ്യണം. 3 വ്യാഴാഴ്ച എങ്കിലും മിനിമം ചെയ്യണം. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നുള്ള രീതിയിലാണ്. 21 ദിവസം ആവാം, 21 ദിവസം വെച്ചാലും 3 തന്നെയാണ്. സമയവും സൗകര്യമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം, അതൊരു കൂട്ട് വഴിപാടാണ്. ഇത് ഓരോന്നിനും ഓരോ ഫലമുണ്ട് കേട്ടോ. നെയ്വിളക്ക് വെക്കുന്നതിന് പ്രത്യേക ഫലമുണ്ട്, തുളസിമാല ചാർത്തുന്നതിന് പ്രത്യേക ഫലമുണ്ട്. ഭാഗ്യസൂക്താർച്ചന 9ാം ഭാഗത്ത് വ്യാഴം നിൽക്കുമ്പോൾ ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി കഴിയുമ്പോൾ ഭാഗ്യത്തിന് വളരെ വർധനവുണ്ടാവും. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രഭാവത്തിനെ നമ്മുടെ ആത്മാവിലേക്ക് തന്നെ എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ പാൽപ്പായസം നേദ്യം നടത്തുക. അപ്പോൾ അതുപോലെ ഉള്ള ഈശ്വര കാര്യങ്ങളുമായിട്ട് തുടർന്ന് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ വലിയ അനുഗ്രഹവും ഗുണാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.